ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് അമ്മേൻ്റെ വീട്ടിലാണ്. ഞാൻ ഇന്നലെ വ്ളോഗ് ചെയ്തല്ലോ അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അമ്മേൻ്റെ വീട്ടിലാണ് ഉള്ളത്. അമ്മേൻ്റെ വീഡിയോയിൽ കാണാത്തത് അമ്മേൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോയതാണ് കോഴിക്കോട്, അതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കുറച്ച് ഗാർഡൻ കാണിക്കാണ്. ഗാർഡൻ എന്ന് പറയും അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ പച്ചക്കറികളും പൂക്കള് ചെടികളുണ്ട്. അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നിങ്ങളെ സപ്പോർട്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വലുത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അമ്മേൻ്റെ വീട്. അപ്പോൾ എന്തായാലും ഇവിടെ ഉണ്ട് 2 ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും ഇത് ഷെയർ ചെയ്യാമെന്ന്. ചെടികളും പച്ചക്കറികളൊക്കെ അധികമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് പച്ചക്കറി നട്ടിട്ടുള്ളത്. അപ്പോൾ പയർ കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു പോയതാണ്. പിന്നെ വഴുതനങ്ങ കഴിച്ചെടുക്കുന്നുണ്ട്. വഴുതനങ്ങയും കുറേ ഉണ്ട് കേട്ടോ, ഒരു ചെടി മാത്രമല്ല. പിന്നെ വെണ്ടയും കുറേ ഉണ്ട്. വഴുതനങ്ങയും വെണ്ടയ്ക്ക് കുറേ ചെടികളുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ കായ്ച്ചെടുക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉണ്ടാക്കിയത് ഇങ്ങനെ കായ്ച്ചെടുക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയും സന്തോഷമൊക്കെ ആണല്ലോ. അങ്ങനെ വെണ്ടയ്ക്ക പയറ് ഫുള്ളായിട്ടൊന്നും എടുത്തതാണ്. കാണാൻ ഒന്നേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞല്ലോ. ബാക്കിയൊക്കെ പറിച്ചു പോയതാണ്. 1-2 എണ്ണയെ കാണാനുള്ളൂ, ഇനി ആയി വരണം. പിന്നെ തക്കാളി നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് തക്കാളിക്ക് ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചീര ഉണ്ട്. ചീര ഞങ്ങൾ ഉപ്പേരി വെച്ചിട്ടോ, ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉപ്പേരിയൊക്കെ വെച്ചു. ചീരയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ചീരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുളക് ഒക്കെ ഉണ്ട്, കായ്ച്ചിട്ടുണ്ട്, ചിലത് കായ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറെ വഴുതനങ്ങേൻ്റെ ചെടിയാണ്, അതുമേലും 2 കായുണ്ട്. പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നീലമരി എന്ന് പറയും. നമ്മൾ ഈ വെളിച്ചെണ്ണയിലൊക്കെ ഇതിങ്ങനെ ഉണക്കി പൊടിച്ചിട്ടൊക്കെ ഇടും. ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്, പിന്നെ മുടി കറുക്കാനൊക്കെ നല്ലതാണ്. ഇതിൻ്റെ പൗഡർ വാങ്ങിയിട്ട് തലയിൽ തേക്കുകയൊക്കെ ചെയ്യും, മുടിയിൽ നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടപ്പം എനിക്കൊന്ന് കാണിച്ചു തരണം തോന്നി. ഇതിൻ്റെ പൂവുണ്ടോ, ചെറിയൊരു പൂവായിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല യൂസ്ഫുള്ളായിട്ട് ഉള്ളൊരു സംഭവമാണിത്, ഈ ഹെയർ ഗ്രോത്തിനും അങ്ങനെയൊക്കെ. പിന്നെ ചെടികളാണ്. മല്ലിക ഉണ്ട്, റോസ് ഉണ്ട്, തെച്ചി, പിങ്ക് കളറ് തെച്ചി, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇത് ചങ്ങലം പെരണ്ട എന്ന് പറയും. ഇതും നല്ല മെഡിസിനൽ യൂസസ് ഒക്കെ ഉള്ളൊരു പ്ലാന്റാണ്. പിന്നെ ഇവിടെയൊക്കെ നിറച്ചും ചെടികളാണ്. പിന്നെ ആ മല്ലികേൻ്റെ ഒന്നുകൂടി ആ ഒരു സൂര്യപ്രകാശത്തിൽ ഒന്നുകൂടി എടുത്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത്, ആ ഒരു കളറും ഒക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ വെള്ള ബട്ടൺ റോസൊക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ടൈപ്പ് ചെമ്പരത്തികളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ റോസ്, നമ്മളെ ആ ബ്രൈറ്റ് കളർ റോസ് ഇല്ലേ അത്. പിന്നെ ജമന്തിമേലൊന്നും പൂവില്ല, ഒരൊറ്റ പൂവേ ഉള്ളൂ. പൂവുണ്ടായിരുന്നു, പൂവൊക്കെ കൊഴിഞ്ഞു പോയതാണ്. പിന്നെ ഈ ഒരു പുല്ല് പോലുള്ള ചെടിയില്ലേ ഇതും ഒരു പുല്ല് പോലുള്ള ചെടിയാണ് അതും. പിന്നെ ഇത് കണ്ടിട്ടില്ല, നല്ല ഭംഗിയായിട്ടൊരു വൈറ്റും ഗ്രീനും കൂടെ ആയിട്ടുള്ള ചെടി, അതാണത്. നല്ല ഭംഗിയുണ്ട് ഇതൊക്കെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ചാലും നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ബോഗൻവില്ല ഉണ്ട്, ഒരു യെല്ലോ ബോഗൻവില്ല. പിന്നെ ഇതെല്ലാവർക്കും അറിയാലോ, മന്ദാരം, നല്ല ഭംഗിയില്ലേ, വെള്ള മന്ദാരം മുറ്റത്ത് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ കറ്റാർ വാഴ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ഇതും എല്ലാവർക്കും അറിയുന്നതാണ്, കന്നിക്കൂർക്കൽ. ബോഗൻവില്ല നല്ല ഭംഗിയില്ലേ, ഈ യെല്ലോ ബോഗൻവില്ല കാണാൻ. ഇതൊരു ടൈപ്പ് ചെമ്പരത്തിയാണ്, ആ തട്ടുള്ള ഒരു ചെമ്പരത്തിയില്ലേ അതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്, മുറ്റത്ത് ഇങ്ങനെ നിറച്ചും പൂവിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ആര്യവേപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ ഈ ഒരു മുസാണ്ടത്തിൻ്റെ ഒരു ടൈപ്പ് ചെടിയാണിത്. അവിടെ സൈഡിൽ കൂടെ 10 മണിയും കോസ്മോസും ഒക്കെ കുഴിച്ചിട്ടുണ്ട്. 10 മണി പിങ്ക് 10 മണിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. 10 മണിയൊക്കെ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചുവപ്പ് പൂവിട്ട ചെടി കണ്ടില്ലേ, ഇത് നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടി. ഇത് വേഗം ഉണ്ടാവുകയും ചെയ്യും, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതെൻ്റെ വീട്ടിലുണ്ട്. പിന്നെ ഈ ഒരു ഓറഞ്ചും യെല്ലോവും കൂടെ ഉള്ള ചെടി, ഇതൊക്കെ പണ്ടേ ഉള്ള ചെടികളാണ് ഇവിടെ. ചെടിയൊക്കെ പല കളർ ഇവിടെ ആദ്യം ഉണ്ട്. പിന്നെ ചെമ്പരത്തി, മഞ്ഞ ചെമ്പരത്തി, പിങ്ക് ചെമ്പരത്തി ഉണ്ടായിരുന്നു നേരത്തെ കാണിച്ചില്ലേ. പിന്നെ നീല ചെമ്പരത്തി,
അങ്ങനെ ചെമ്പരത്തികൾ കുറച്ച് ടൈപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇതൊരു ലൈറ്റ് പിങ്ക് ചെമ്പരത്തികൾ കുറച്ച് ടൈപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ നിത്യകല്യാണി എന്ന് പറയുന്ന ചെടിയില്ലേ, അതിൻ്റെ വെള്ളയുണ്ട് കേട്ടോ. ഇത് ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറല്ലേ. പിന്നെ ഇതാ കാക്കപ്പൂ എന്നൊക്കെ പറയുന്ന ടൊറീനിയ എന്ന് പറയുന്ന പ്ലാന്റില്ലേ, അതാ വെള്ള നിത്യകല്യാണി ഞാൻ കാണിച്ചു. പിന്നെ ഇത് മഞ്ഞ കോഴിപ്പൂവ് എന്ന് പറയില്ലേ, അതാണ്. എല്ലാവർക്കും അറിയാൻ മതിയാവും, ഞാൻ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഈ പൂവ് കാണാൻ നല്ല രസമില്ലേ, ഒരു വയലറ്റ് പൂവായിട്ട് ഇലയമേൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ പോപ്പി ചെടികളും അതൊക്കെ തന്നെ. നേരത്തെ കാണിച്ച ചങ്ങലം വരണ്ടല്ല, അത് ഇപ്പുറത്തും ഉണ്ടായിരുന്നു, അത് കാണിച്ച. പിന്നെ ഈ ഒരു ചെടി നല്ല ഭംഗിയുണ്ട്, ഇതും ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഇലയൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് ആപ്പിൾ ചാമ്പക്ക, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ആപ്പിൾ ചാമ്പക്ക കാണിച്ചു തന്നിരുന്നു. ഇത് ആന്തൂറിയൊക്കെ ഇവിടെ പണ്ടേ ഉള്ളതാണ്. ഈ ആപ്പിൾ ചാമ്പക്ക പൂവിട്ടതാണ്. അപ്പം ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ വിചാരിച്ചു, പൂവിട്ടത് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്, നിറച്ചും പൂവിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ഇലയുള്ളൊരു ചെടിയാണ്. ഇത് നല്ല ഭംഗിയാട്ടോ. ഇത് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ വെച്ചതാണ്. നല്ല ഭംഗിയുണ്ട് ഇതും കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇവിടെയും കുറച്ച് ചെടികളുണ്ട്. ഇത് മുല്ലപ്പൂവാണ്. നല്ല ഭംഗിയില്ലേ, മുല്ലപ്പൂവാണ്. ഇപ്പോൾ പൂവിടാറുണ്ട് കേട്ടോ. നേരത്തെ കാണിച്ചത് ചെമ്പരത്തിയാണ്. ഇത് അതിൻ്റെ ഫ്രണ്ടാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി, തട്ടായിട്ട്. ഇത് ചായാമെൻസ എന്ന് പറയുന്നൊരു ചീരയാണ്. ഉപ്പേരിയൊക്കെ വെക്കും. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ടേസ്റ്റാണ്. ഇത് കനകാംബരം പൂവില്ലേ, ആ പൂവാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാൻ മതിയാവും, ഞാൻ പിന്നെ കാണുമ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് നിറച്ചും പൂവിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിറച്ചും പൂവിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതൊരു ചുവപ്പ് കളറ് പൂവിടുന്നൊരു ചെടിയാണ്. ഇത് അത്യാവശ്യം ഹൈറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ ഇതവിടെ തുളസി ഉണ്ട്. പിന്നെ നേരത്തെ കാണിച്ചു തരുന്ന കുറച്ച് ചെടികളുണ്ട്. പിന്നെ ഈ ഒരു പൂമ്പാറ്റ ചെടി അതുണ്ട്, അത് ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു വെള്ളപ്പൂ ഇടുന്ന ബുഷായിട്ട് നിൽക്കുന്ന ചെടിയില്ലേ, ഇതൊക്കെ നല്ല ഷേപ്പിൽ വെട്ടിക്കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഭംഗിയുണ്ടാവും. ഇത് നല്ല രസമുണ്ട്, നമ്മൾ ഷേപ്പിലൊക്കെ വെട്ടിക്കൊടുക്കാൻ പറ്റും. ഇത് പിന്നെ ഇതാ വെറ്റില അതും ഉണ്ട് കേട്ടോ ഇവിടെ. വീടിൻ്റെ ബാക്കിലുള്ള കൊക്കോമരാണ്. ഇതുപോലെ നിറച്ചും കായൊക്കെ ഉണ്ട്. പക്ഷേ താഴേക്കൊന്നും പഴുത്തതില്ല, മേലേക്കാണ് പഴുത്തതൊക്കെ ഉള്ളത്. പക്ഷെ അതങ്ങനെ വീഡിയോയിൽ കിട്ടുന്നില്ല.